നമ്മുടെ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് ഉദ്ഘാടനം കിട്ടുന്നു, പൈസ കൂടുതൽ കിട്ടുന്നു. ഞാൻ സീരിയസ്ലി ഞാൻ ഷൂട്ടിങ് ഞാൻ ബിഗ് ബോസ് സീസൺ 1 പോയ ആളാ. എനിക്ക് അന്ന് ഷൂട്ടിന് 5000 രൂപ. ആഫ്റ്റർ ബിഗ് ബോസിന് എനിക്ക് 25,000 30,000 കിട്ടാൻ തുടങ്ങിയാണ്. അതാണ് ബിഗ് ബോസിന്റെ ഒരു ഞാൻ സീരിയസ്ലി നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഭയങ്കര ഒരു മൂല്യം കിട്ടും. മറ്റുള്ളവരുടെ നിന്ന് നമുക്ക് കുറച്ച് അംഗീകാരം കിട്ടും, ആളുകൾ തിരിച്ചറിയും. രണ്ട് തരം ആളുകൾ ഉണ്ടാവും. ഒന്ന് ഞാൻ ഹേറ്റേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അത് ബിഗ് ബോസിന്റെ ഒരു മെയിൻ ഗുണമാണ്. ഈ ക്രിസ്ത്യാനോട് പറഞ്ഞൊരു കോട്സ് ഉണ്ട്, ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് അയാൾക്ക് കളിക്കാൻ കൂടുതൽ ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഫുട്ബോൾ കളിക്കാൻ നല്ലത് തന്നെ. ഞാൻ കാണിച്ചല്ല നല്ലത് തന്നെയാണ്, എനിക്ക് നല്ലത്. പക്ഷെ അവിടെ പോയി ജീവിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവർക്കാരും അറിയില്ല. എന്താന്ന് വെച്ചാല് അവരിപ്പോഴും ടി വി കൂടെ കാണുന്നത് മാത്രമാണ്. പുറമെ 24 hours ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഹാപ്പി ആട്ടോ. ഞാൻ എന്റെ സന്തോഷം നോക്കി പ്രോഗ്രാം ഞാൻ എന്റെ സൈഡിൽ കൂടെ പോകുന്നു, ഫാമിലി ആയിട്ടൊക്കെ പോകുന്നു. ഞാൻ ഹാപ്പിയാണ്. ചെളിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ സ്വയമായിട്ട് എനിക്ക് അവിടുത്തെ ഒന്നും പറയാനില്ല. ഞാൻ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. ഈ കർമ്മലേക്ക് ശരണ്യൊക്കെ കുറെ വീഡിയോ ഒന്നും കണ്ടില്ല. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാറില്ല. റീച്ചിലുണ്ടായിരിക്കും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയുള്ള വീഡിയോ നെഗറ്റീവായിട്ട് തോന്നുന്ന വീഡിയോസ് വരുമ്പോൾ ഞാൻ ആരെ വിളിക്കാം. ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിലേട്ടൻ, ലക്ഷ്മി, മസ്താനി, പ്രബി ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഞങ്ങൾക്ക് ലഡൂര് മാറ്റം പിന്നെ അന്ന് അനുമോള് വരവ് പറഞ്ഞിരുന്നു. അതെ ഇവിടെ കേരള സ്റ്റേറ്റ് അവാർഡ് മാറ്റാറുണ്ട് സീരിയലില്. ഞാൻ പറയൂ ലഡു പോലും എനിക്ക് തന്നിട്ടില്ല. എന്റെ കയ്യിൽ ഒരു 20,000 കൂടെ ഞാൻ പറയും. ഞാൻ ഇഷ്ടം പോലെ പരിപാടിച്ചിട്ടുണ്ട്. എനിക്ക് മിഠായി മാറ്റുന്നുണ്ട്. ഇതിപ്പോ ആരുടെ പാർട്ടിയാണ്? പിശിക്കുന്നല്ല, അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ എന്റെ ഭാര്യയെ ചൂസ് ചെയ്യാൻ കാരണം പറയുന്നത് ആവശ്യം ലൈഫുള്ള ഭാര്യ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു. എന്ത് ചമ്മന്തിയാണെങ്കിൽ അവൾ ഓക്കെ. അങ്ങനെയാണ് ദൈവം വേണ്ട. എന്റെ ഉമ്മയെ കണ്ട് ഞാൻ പറയുന്നത് എന്റെ എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അമ്മമാര് ഒരിക്കലും അടുക്കളയിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കില്ല. ബിഗ് ബോസിനായിട്ട് ഉറങ്ങിയിട്ടില്ല. ആളെ ക്ഷീണിച്ച് ബിഗ് ബോസിൽ പോയിട്ട് എന്തെങ്കിലും വണ്ണം കുറഞ്ഞു അല്ലേ? ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും പ്രശ്നമില്ല. ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാരും പറഞ്ഞു അനുമോള് പട്ടായ വെച്ചിട്ട് പാർട്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പട്ടായ പോയിട്ട് ഇവിടില്ലേ ജീവിതത്തില് പട്ടാമ്പി പോലും പോകില്ല. മലപ്പുറം പട്ടാമ്പില്ല, അവിടെ പോലും പാർട്ടി കൊടുക്കില്ല. പട്ടാമ്പി പോയിട്ട് എന്തായാലും ഷിയാസിന് ഒരു പാർട്ടി കൊടുക്കണ്ടായിരുന്നു. എനിക്കൊരു പാർട്ടി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഉദ്ഘാടനങ്ങൾക്ക് കൂടെ ഉള്ള ആളാണ്. കല്യാണ പാർട്ടി അല്ല ഇവിടെ വെച്ച് കൊടുക്കൂലേ? അതെ.